സമുദായത്തിൽ വിള്ളലും അനൈക്യവും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ടാകും. ഓരോ കാലത്തുണ്ട്. അതിനോട് കൂട്ടുകൂടുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം, നമ്മുടെ ധാർമ്മികത അതല്ല. ആ അനൈക്യത്തിന് ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുമായി കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികത. മഹല്ലുകൾ ഉദ്ഘോഷിക്കുന്ന ധാർമ്മികത അതാണ്. അനൈക്യത്തെ പ്രചരിപ്പിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കുക. ഐക്യവും സാഹോദര്യവും സൗഹൃദവും നമുക്ക് ഊട്ടിയുറപ്പിക്കുക. മുസ്ലിം സമുദായത്തിന് രക്ഷ അതിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ. ഐക്യത്തിൻ്റെ പ്രകാശം അത് കെടാതെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സമസ്തയും പാണക്കാട് കുടുംബത്തെയും ഒക്കെ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു കേൾക്കുന്നു. ഇതുവരെ നടന്നിട്ടില്ല, അത് നടക്കാനും പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. സമസ്തയും പാണക്കാട് കുടുംബവും അത് ഒരു ശരീരവും ഒരു മനസ്സുമാണ്. പിതാമഹന്മാർ കാണിച്ചു തന്ന ആ മാതൃക, ആ വഴി അത് വ്യക്തവും സ്പഷ്ടവും വ്യക്തവുമായ രീതിയിൽ അത് നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. ആ വഴിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇന്നലെ കോഴിക്കോട് കണ്ടില്ലേ? ഇന്നലെ കോഴിക്കോട് നടന്ന സൗഹൃദ സന്ദേശ സദസ്സ്, സ്നേഹ സദസ്സ്, അതിലെല്ലാവരും ഒറ്റക്കെട്ടായി. എല്ലാ സമുദായങ്ങളും അവിടെ ഒറ്റക്കെട്ടായിരുന്നു. എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൽ തന്നെ ഐക്യത്തിൻ്റെ കാഹളം അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ആ ഒരു വലിയ ഒരുമയും കൂട്ടായ്മയും ഇന്നലെ നമുക്കവിടെ കാണുവാൻ കഴിയും. അത് ഇന്നലത്തെ മാത്രം കാര്യമല്ല, അത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വവും. മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ്, സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണ്. അത് വ്യവസ്ഥാപിതമാണ്. അതാരും എഴുതി ഉണ്ടാക്കിയതല്ല. അത് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി വരുന്ന സുഹൃതമാണ്. നമുക്ക് ആ സുഹൃതം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആ ഒരു മനസ്സുള്ളവർ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥയുടെയും നേതാക്കൾ. കഴിഞ്ഞ കാല നേതാക്കളായാലും ഇപ്പോഴത്തെ സംസ്ഥയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങളായാലും ആ ഒരു ഐക്യത്തിൻ്റെയും ഒരുമയുടെയും മനസ്സ് കാത്തു സൂക്ഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് അത് വലിയ സന്തോഷമുണ്ട്. അത് തന്നെയാണ് നമുക്ക് മഹല്ലുകളിലും ആവശ്യമായിട്ടുള്ളത്. ഇവിടെ മദ്രസ നടക്കണം, പള്ളികൾ നടക്കണം, ദീനീ സ്ഥാപനങ്ങൾ നടക്കണം. അതിന് ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും യോജിച്ച് നിൽക്കണം. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സാധാരണക്കാരുടെയും യോജിപ്പ് അത് സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും യോജിപ്പാണ് എന്ന് പറയുന്നതിൽ അതിലൊരു രാഷ്ട്രീയമോ മറ്റോ ഇത് കാണേണ്ടതില്ല. അത് മഹലിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും അവർ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മദ്രസകൾ സുതാര്യമായി കൊണ്ടുപോകാൻ കഴിയുക, പള്ളികൾ സുതാര്യമായി കൊണ്ടുപോകുവാൻ കഴിയുക, മറ്റ് ദീനീ സ്ഥാപനങ്ങൾ, ഒപ്പം മറ്റ് സ്കൂളുകൾ അടക്കമുള്ള മഹല്ലുകളൊക്കെ നടത്തുന്ന സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, നിരവധി മറ്റ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വളർച്ചയ്ക്കും ആ ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. അതിനെല്ലാം വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതിനൊക്കെ വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ എവിടെയുണ്ടെങ്കിൽ അതിനൊക്കെ മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ കൂടി ആലോചിച്ച് എല്ലാവരുമായും യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.